ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, നമ്മുടെ ഹോണ്ടയുടെ ഡിയോ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്തുണ്ടല്ലോ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ടായിട്ടാണ് വന്നത് നമ്മൾ. അപ്പോൾ നമ്മളത് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് തന്നെ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്നാണ് സൗണ്ട് എന്നുള്ള ദിവസം കൺഫേമായി. നമ്മൾ കയറ്റി ഗിയർ ബോക്സ് അഴിച്ച് ചെക്ക് ചെയ്തു. അഴിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു ബ്രീത്തർ പൈപ്പ് വരും. അതായത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലേക്ക് എയർ പാസിങ്ങിന് വേണ്ടിയിട്ട് ഒരു പൈപ്പ് വന്നുണ്ട്, ബ്രീത്തർ പൈപ്പ്. അത് ഈ ബോക്സിൻ്റെ ഈ എയർ ഫിൽട്ടർ ബോക്സിൻ്റെ ഈ സൈഡിലാണത് കണക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ അത് ഓൾറെഡി മിസ്സായേക്കാണ്. മിസ്സാവാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് അത് വരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് ചാടി പോയേക്കണ സംഭവം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വീലുമേന്ന് വന്ന ചെളിയായാലും വീല് റൊട്ടേറ്റ് ചെയ്യുന്ന അവിടെ വന്ന മണ്ണ്, വെള്ളം ഇതൊക്കെ കൂടി ഗിയർ ബോക്സിനകത്തേക്ക് ഇറങ്ങി. ഗിയർ ബോക്സിനകത്തേക്ക് ഇറങ്ങിയിട്ട് സംഭവിച്ചേക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. ഗിയർ ബോക്സിൻ്റെ എല്ലാ ബെയറിങ്ങുകളും പോയി എന്നതിനേക്കാൾ ഉപരി നമുക്ക് ഗിയറിൻ്റെ വീലുകൾക്കും ഡാമേജ് വന്നേക്കാണ്. ഇപ്പോൾ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് ലോഡ് ചെയ്ത് ഓടുന്ന ബെയറിങ്ങാണ് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ബെയറിങ്. അതിൻ്റെ അവസ്ഥ ഇതാണ്. ഇത്രയും പ്ലേ ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ കേട്ടോ. കാരണം ഞാൻ അപ്പോൾ നമ്മൾ അതിനോട് കണക്ട് ചെയ്താൽ നമ്മൾ ഈ അറിയാലോ ഗിയറുകളൊക്കെ അതിനോട് കണക്ട് ചെയ്ത് വരാം. അപ്പോൾ അതിനോട് കണക്ട് ചെയ്ത് വരുന്ന എല്ലാ വീലുകളും തന്നെ ഡാമേജിലേക്ക് പോയേക്കാണ്. തന്നെയല്ല നമുക്ക് ആ ഗിയർ ബോക്സിൻ്റെ വന്നേക്കണ 6 ബെയറിങ്ങുകൾ, ഈ കേസും വന്ന 3 ബെയറിങ്, ഇപ്പുറത്തെ കേസും വന്ന 3 ബെയറിങ്, ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഈ വീലുകളെല്ലാം തന്നെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം ആ വീലുകൾ മാറ്റി റീസെറ്റ് ചെയ്താലാണ് അത് സൗണ്ട് സ്മൂത്ത് ആവുള്ളൂ. തന്നെയല്ല അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓടുന്ന സമയത്ത് കറകറാന്നുള്ള സൗണ്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. കാരണം വീലുകൾ അടർന്നു പോയിട്ടോ കാര്യങ്ങളൊന്നുമില്ല, എങ്കിൽ കൂടി വണ്ടി സ്മൂത്ത്നെസ് കിട്ടില്ല. ഓൾറെഡി ആ ഒരു റഫ്നെസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ അതിനേക്കാൾ ഉപരി നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഈ ഷാഫ്റ്റ് മേക്ക് വന്ന ഒരു വീലാണ് ഇവിടെ കണക്ട് ചെയ്ത് വരാം. അതിനും ഒരു ചെറിയ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക എന്നാണെങ്കിൽ ഈ വീല് മാത്രം തൽക്കാലം നമുക്ക് ഒഴിവാക്കി വേണമെങ്കിൽ നിർത്താം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു പ്രോബ്ലം പിന്നീട് വന്നാൽ കൂടി നമുക്ക് ഈ ക്ലച്ച് കവർ നമ്മൾ എന്തെങ്കിലും സർവീസുമായി ബന്ധപ്പെട്ട് അഴിക്കേണ്ടി വന്നതാണ്. അപ്പോൾ കൂടുതൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അടുത്ത സർവീസിലൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ അത് നമുക്ക് മാറ്റിക്കളയാം. ഇതെന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിനകത്ത് വന്നതെല്ലാം തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അതായത് ക്ലച്ച് ഷാഫ്റ്റ് ആയാലും അതിനോടനുബന്ധിച്ച് വന്ന പിനിയൻ ഷാഫ്റ്റ് ആയാലും അതിൻ്റെ വീലായാലും ഫൈനൽ ഡ്രൈവ് ആയാലും, അതായത് ഫിനൽ ഡ്രൈവാണ് ഈ വന്നത്, അതടക്കം മാറ്റി സെറ്റ് ചെയ്താലാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഓൾറെഡി പൊല്യൂഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം ബ്ലോക്കാണ്. അപ്പോൾ നമ്മളത് എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത്. എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് സെറ്റായിട്ട് മാറണം. പിന്നെ അതേപോലെ തന്നെ കാർബറേറ്റർ അസംബ്ലിയും കൂടി ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ അത്രയും ഭാഗമാണ് ക്ലിയർ ആയി പോകുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഇപ്പോൾ നമ്മൾ ഇത്രയും വർക്കാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണത്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ഓടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. ഇനി അത് റെഡിയാക്കി നോക്കിയിട്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും മേജറായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യാം. പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഫ്രണ്ട് സൈഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, നമുക്ക് ആ ഗിയർ വീലുകൾ, ഗിയറിൻ്റെ ബെയറിങ്ങുകൾ, ഓയിൽ സീൽ, അതിനോടനുബന്ധിച്ച് വന്ന ആ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഓയിൽ ഇതിനകത്ത് നല്ല ഓയിൽ കിടക്കണം. അപ്പോൾ വലിയ പഴക്കമില്ലാത്ത ഓയിലാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ഗിയർ ബോക്സുമായി ബന്ധപ്പെട്ട വർക്കാണ് ചെയ്യണത്. എൻജിൻ സൈഡ് വേറെ, ഗിയർ ബോക്സ് വേറെ കേട്ടോ. സ്കൂട്ടർ മോഡൽ വരാം. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയാം, ഗിയർ ബോക്സുമായി ബന്ധപ്പെട്ട വർക്കാണ് നമ്മളിപ്പോൾ ചെയ്യണത്. അതിനകത്ത് ഈ ക്ലച്ചിൻ്റെ ഈ വീല് മാത്രം, ഇതിനകത്ത് വന്ന ആ വീല് മാത്രം നമുക്ക് പെൻഡിങ്ങിലിട്ട് ബാക്കിയത്തെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടുതരാം. എന്നിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.